2026 ഏപ്രിൽ 3 ആകാശം അടക്കിവാഴാൻ ശേഷിയുണ്ടെന്ന് കരുതുന്ന റഡാറുകൾക്ക് പോലും പിടികൊടുക്കാത്ത അമേരിക്കയുടെ അതിനൂതന A-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം. ഇറാൻ വെടിവെച്ചിട്ടുവെന്ന് പ്രഖ്യാപിച്ച ആ ഞെട്ടിക്കുന്ന വാർത്ത. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ലോകത്തെയാകെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി. ഇറാനിലെ മധ്യഭാഗത്തുള്ള മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്ന ഒരു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ. അതൊരു A-35 ആണെന്ന് ഇറാൻ വിപ്ലവ ഗാർഡ് തീർത്തു പറഞ്ഞു. അതിക്രമിച്ചു കടന്ന US യുദ്ധവിമാനം പുതിയ നൂതന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു കളഞ്ഞെന്നാണ് ഇപ്പോൾ IRGCയുടെ അവകാശവാദം. F-35 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് അതിൻ്റെ ഇൻവിസിബിൾ സ്വഭാവമാണ്. റഡാറുകൾക്ക് പോലും ഇതിനെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഈ യുദ്ധവിമാനത്തിന്റെ പ്രധാന സവിശേഷത. ആകാശത്തിലെ ഒരു മായാവിയെപ്പോലെ ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്താൻ കഴിയുന്ന ഈ ഭീമൻ യന്ത്രത്തെയാണ് ഇറാൻ നിലംപരിശാക്കിയെന്ന് അവകാശപ്പെടുന്നത്. ഇതിൽ പൈലറ്റ് കൊല്ലപ്പെട്ടതായും ഇറാൻ അറിയിക്കുന്നു. ഈ വാർത്തയോട് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. വെറും 12 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് ഇറാൻ അവകാശപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ ആദ്യത്തെ സംഭവത്തെ തെറ്റായ അവകാശവാദം എന്ന് US സെൻട്രൽ കമാൻഡ് തള്ളിക്കളഞ്ഞത് ഓർമ്മയുണ്ടാകും. എന്നാൽ രണ്ടാമത്തെ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല. അമേരിക്കയുടെ നിശബ്ദത ഈ വിഷയത്തെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് നടത്തിയ അവകാശവാദങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ ഏതു നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന മുൻകരുതലിൽ ഇറാനും. അമേരിക്കൻ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ സൈന്യം അതിവേഗം സജ്ജമാകുകയാണ്. ശത്രുക്കളുടെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കാനും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കാനും ഇറാൻ സൈനിക മേധാവി അമീർ ഹാത്മി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇറാൻ മണ്ണിലെത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ലെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. ഇറാൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തതായും സേനയുടെ യുദ്ധസന്നദ്ധത വിലയിരുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തെ വ്യോമ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാൻ തിരിച്ചടിക്കുന്നതിന് പിന്നാലെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് ഇരുപക്ഷവും കോപ്പുകൂട്ടുന്നത് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ആണവശേഷികൾ തകർത്ത് വിജയം നേടിയെന്ന് ട്രംപ് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കരയുദ്ധ സാധ്യത കൂടി ശക്തമാകുന്നത്. അമേരിക്കയുടെ അടുത്ത നീക്കം കരയുദ്ധമായേക്കുമെന്ന വിലയിരുത്തലിലാണ് ഇറാൻ നീക്കം നടത്തുന്നത്. ഇറാന്റെ സൈനിക ആണവശേഷികൾ പൂർണ്ണമായും തകർത്തുവെന്നും തങ്ങൾ വിജയത്തിന്റെ അരികിലാണെന്നുമാണ് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്നും ഇറാന്റെ പക്കൽ ഇനി വളരെ കുറച്ച് മിസൈൽ ലോഞ്ചറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ഈ വിജയവാദം വെറും തോന്നൽ മാത്രമാണെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫഗാരി പരിഹസിച്ചു. അമേരിക്കയുടെ പക്കലുള്ള വിവരങ്ങൾ തെറ്റാണെന്നും തന്ത്രപ്രധാനമായ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളും ദീർഘദൂര ഡ്രോൺ നിർമ്മാണശാലകളും സുരക്ഷിതമാണെന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്ക പൂർണ്ണമായ പരാജയം സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം.